എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനെ ആദർശും ജയനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ദേവേനെ പറഞ്ഞു, അതെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയാണ്. ഇത് കേട്ടൻ ജയൻ പറഞ്ഞു, അതിന് നിനക്ക് ഇഷ്ടപ്പെടായി എന്തെങ്കിലും നയനമോള് ചെയ്യുവോ? ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന് ചോദിക്കാം. അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ഇനിയിപ്പൊ ചെയ്തുകൂടായെന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ദേവേനെ, നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അവള് നല്ല മരുമോളാ. നീ അത് മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ. നിന്നെ അവള് പൊന്നുപോലെ നോക്കുന്നു പറയാ. ദേവേനെ പറഞ്ഞു, പിന്നെ പൊന്നുപോലെ നോക്കും, അതും അവള് നയന. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് ദേവേനെ അകത്തേക്ക് കയറി പോവാ. ജയൻ പറഞ്ഞു, സമാധാനമായി. ഞാൻ കരുതിയിരുന്നേ മിക്കവാറും ദേവേനെ നയനെ കൂട്ടിക്കൊണ്ട് വരാനുള്ള കാരണം ഇനിയിപ്പം എനിക്ക് അവൾക്ക് മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടാണോ എന്നും അറിയത്തില്ലായിരുന്നു. ഇനിയിപ്പൊ കരള് ഭാഗത്ത് തന്ന പെൺകുട്ടി ആരാ എന്താ ഏതാ അതിനെക്കുറിച്ചുള്ള ടെൻഷനായിരിക്കും അവളുടെ മനസ്സ് നിറയുന്ന ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, അതൊന്നുമല്ല, നിന്നെക്കുറിച്ചുള്ള വേവലാതികളായിരുന്നു ആദർശേ. അതുകൊണ്ട് മാത്രം ദേവേനെ നയനെ കൂട്ടിക്കൊണ്ടു വന്നേ. നിന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാ. അതൊരു കണക്കിന് സമാധാനമായി. അല്ലാതെ സത്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടായിരുന്നെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. അല്ല അങ്ങനെയാണെങ്കിൽ അവളുടെ പ്രതികരണം ഈ വിധത്തിലായിരിക്കില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവരകത്തേക്ക് കയറിപ്പോവാ. ഈ സമയം നവ്യ മുറിയിലിരിക്കുക. നവ്യയുടെ അടുത്തേക്ക് നയന വരുക. നയനെ കണ്ടതും നവ്യക്ക് ഭയങ്കര അത്ഭുതമായി. നയന നീ വന്നോ? അല്ല നീ എങ്ങനെ വന്നേ? വരുന്നില്ല എന്നും പറഞ്ഞിരുന്നാണല്ലോ. അപ്പൊ ആദർശേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ട് വന്നോന്ന് ചോദിക്കും. ഇല്ല, പിന്നെയോ? അതെ, എന്റെ അമ്മായിമ്മ തന്നെ കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയണേ. ആര്? അമ്മായിയാ? അതെ. എന്താ വിശ്വാസം വരുന്നില്ലേ? എനിക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല എന്ന് പറയും. അല്ല അവരിങ്ങനെ കൂട്ടിക്കൊണ്ട് വരാൻ കാരണം അതൊന്നും എനിക്കറിയില്ല. ആദർശന്റെ വിഷമം കണ്ടാന്ന് പറയണു. ആദർശന്റെ മുത്തശ്ശിനെയൊക്കെ വിഷമം കണ്ട് കൂട്ടിക്കൊണ്ട് വന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല എന്ന് പറയാം. എന്നാലും നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ വന്നല്ലോ, നല്ല കാര്യമായെന്ന് പറയണം. ഇനി എന്താണെങ്കിലും നിനക്ക് ഈ വീട്ടിൽ നിന്ന് പോണ്ട വരത്തില്ലെന്ന് പറയാ. ഇത് കേട്ടതും നയന പറഞ്ഞ്, പറയാനൊന്നും പറ്റില്ല. എന്റെ അമ്മായിമ്മയ്ക്ക് ഇപ്പോഴും ഒരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല. പഴയപടി തന്നെയാ പെരുമാറ്റമൊക്കെ. ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, ഒന്നുമല്ലെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലോ. എനിക്കിപ്പോ ഒരു സമാധാനമായി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അഭിയും ജലജയും കൂടെ വരുവണം. രണ്ടുപേരും കൂടെ എന്താ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? ഇനി എന്താ ഇവിടെ തന്ത്രം ഒപ്പിക്കുന്നതെന്ന്. അതായിരിക്കും രണ്ടുപേരും കൂടെ ചേർത്തിട്ട് അനിയത്തിയും കൂടെ സംസാരം എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, ആണെങ്കിലോ നിനക്ക് എന്തേലും കുഴപ്പമുണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, നയന ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ അവൾ ഈ വീട്ടിലെ മരുമോളാ. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാം. പിന്നെ ഒരു വലിയ മരുമോള് വന്നിരിക്കുന്നു. അത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, എന്താ സംശയം ഉണ്ടോന്ന് ചോദിക്കാം. എന്നാണെങ്കിൽ നിങ്ങളെക്കാളും ഈ വീട്ടിൽ പ്രാധാന്യമുള്ള ഈ പറയണ നയനയ്ക്കാന്ന് പറയാണ്. അത് ജലജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ജലജ പറഞ്ഞു, അല്ലേലും എനിക്കറിയാം ഇവൾക്ക് എല്ലാവരുടെയും കയ്യിലെടുക്കാനായിട്ടുള്ള തന്ത്രങ്ങളൊക്കെ അറിയാലോ. അതുകൊണ്ട് ഇവളെല്ലാരെയും കയ്യിലെടുത്തിരിക്കുമെന്ന് പറയണം. നബി പറഞ്ഞു, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. ഇത് കേട്ടത് അബി പറഞ്ഞു, ഇവള് വീണ്ടും ഇങ്ങോട്ട് വന്ന എന്തിനാന്നറിയാം. നിനക്കും ഇവൾക്കൂടെ കൂടി ചേർന്നിട്ട് ഈ വീട്ടില് നീ അടുത്ത പണി ഒപ്പിക്കാല്ലേ. ഇനിയിപ്പൊ ആരെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ നബി പറഞ്ഞു, കൂടുതൽ നീ ഒന്നും പറയണ്ട. നീ ചെയ്തത്ര ക്രൂരതയൊന്നും ഇവിടെ ആരും ഈ കുടുംബത്തിനോട് ഞങ്ങളാരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. പിന്നെ ഇവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കണം നിങ്ങളാന്ന് പറയാണ്. പെട്ടെന്ന് അവര് ജലജ ചോദിച്ചു, ഞാനോ? അതെ അതെ, ഇനി ഇവൾക്ക് വെച്ച് വിളം കൊടുക്കണ കാര്യം കൂടെ നിങ്ങൾ ചെയ്യണമെന്ന് പറയണം. അന്നേരം ഞാൻ വെച്ച് വിളമ്പി കൊടുക്കുന്നേ? ഇവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവളുടെ അമ്മായിമ്മയല്ലേ, അപ്പൊ അവര് വെച്ച് വിളമ്പി കൊടുത്തോളൂ എന്ന് പറയാം. അതിനെ അമ്മായിക്ക് പറ്റില്ലോ. അപ്പൊ അതിന് പകരമായിട്ട് നിങ്ങൾ അടുക്കള കയറി വെച്ച് വിളമ്പി കൊടുക്കണം. അതിന് ഇവൾക്ക് കൈക്കും കാലിനും ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഇത്രയും കാലം ഇവളിലായിരുന്നു അടുക്കള കയറി ജോലി ചെയ്തോണ്ടിരുന്നേ, അത് മുമ്പ്. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. ഇനി ഇപ്പൊ ഇവള് മുറിയിൽ ഇരിക്കത്തുള്ളൂ. ഇത്രയും കാലം എല്ലാവർക്കും വെച്ച് വിളമ്പി തന്നു. ഇനി ഇപ്പൊ ഇവൾക്ക് വെച്ച് വിളമ്പി കൊടുക്കണമെന്ന് പറയാം. നടന്നത് തന്നെയെന്ന് പറയാം. പിന്നെ നടക്കൂലേ നമുക്ക് കണ്ടറിയാം. ഇനിയിപ്പൊ കണ്ടു. മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും നയനെ കൊണ്ട് ഒരു ജോലി എടുപ്പിക്കില്ല. ആരും ഒരു ജോലി എടുപ്പിക്കില്ല. അവൾ ഈ കുടുംബത്തിൽ രാജ്ഞിയായിട്ട് ഇങ്ങനെ ഇരിക്കത്തോളെന്ന് പറയാം. അത് അബിക്കും ജലജയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ജലജ പറഞ്ഞു, കാണിച്ചു തരുന്നുണ്ട്, അവളുടെ ഒരു രാജ്ഞി വന്നിരിക്കുന്നു, പൊക്കോണം അവിടുന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം അബി പറഞ്ഞു, കൊള്ളാം, നല്ല കഥയെ ചേട്ടത്തി അരീതിയും കൂടെ അപ്പൊ ഈ പ്ലാനിങ്ങിലായിരുന്നു നല്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, അബി എനിക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് കാര്യങ്ങളൊന്നുമില്ല. നിന്റെ വല്യമ്മ വന്ന് വിളിച്ചുകൊണ്ട് മാത്രം ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയാം. മനസ്സിലായി, നിങ്ങളുടെ കയ്യിലിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം. പിന്നീട് നയനെ അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോവാ. ഈ സമയം നബിയോട് പറഞ്ഞു,
നിന്റെ അനിയത്തി കൊള്ളാലോന്ന് ചോദിക്കണം. എന്താ സംശയം ഉണ്ടോന്ന് ചോദിക്കണം. അല്ല അവളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് എന്ത് ചോദ്യാബി? അവൾ ഇങ്ങോട്ടല്ല പിന്നെ വേറെ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കാം. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, മുമ്പത്തെ പോലെ ഒന്നും നിന്റെ അഭ്യാസം ഇനി എന്റെ അടുത്ത് നടക്കില്ല. ഓ ഇപ്പൊ ചേട്ടത്തി അനിയത്തിയും കൂടെ അങ്ങോട്ട് ഒന്നായി അങ്ങോട്ട് ഇതായാലോ അല്ലേന്ന് ചോദിക്കണം. അതെ ആയിക്കോട്ടെ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇനി ഈ വീട്ടിൽ പലതും നടക്കും, നീ കണ്ടോ. മര്യാദക്കാണെങ്കിൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നീയൊക്കെ പുറത്തു പോകുന്നു പറയണം. ഇത് കേട്ടതും അബിക്ക് ദേഷ്യം വന്നു. പിന്നീട് അബിയോട് പറഞ്ഞു, നിന്റെ അമ്മ ഇങ്ങോട്ട് കയറി വരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, എപ്പോഴും ചാടി കയറി മുറിയിലേക്ക് വരണ്ടെന്ന് പറയണം. ഒന്നാമത്തെ കാര്യം, നിന്നെ ഇങ്ങനെ പറഞ്ഞു വഷളാക്കുന്ന ആരാന്നറിയാവോ? ആ സ്ത്രീ ഒറ്റ ഒരുത്തിയ. അവള് കാരണം നീ ഇങ്ങനെ വഷളായി പോന്നേ. ഇനിയെങ്കിലും നീ നന്നാവാൻ നോക്കടാ. നിനക്ക് ഇത്രയും സമയം കിട്ടിയില്ലേ, നന്നായില്ലെങ്കിൽ നിനക്ക് തന്നെയാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് നവ്യ. അബിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. പിന്നീട് ദേവേനെ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് ജലജയും ചാനയും കൂടെ വരുന്നത്. അവർ നോക്കുമ്പോൾ ദേവേനെ അടുക്കള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെന്ത് മറിമായോ? പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ജാനകി ചോദിച്ചു, അല്ല ഏടത്തേക്ക് കുറവായോ? ഏടത്തി എന്തേ അടുക്കളയിൽ കയറി ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി ഉണ്ടാക്കുന്നേ? അതിനിപ്പോ എന്താ കുഴപ്പം? ഞാൻ അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കി എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഏടത്തിക്ക് കുറവായില്ലല്ലോ, അതിന് ഏടത്തി അടുക്കളയിൽ കയറേണ്ട കാര്യമില്ല. അതിന് വേണ്ടിട്ടല്ലേ ഏട്ടത്തി ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ദേവേനി പറഞ്ഞു, അതെ ഇനി മുതല് അടുക്കളയിൽ ഞാനാ ഫുഡൊക്കെ ഉണ്ടാക്കണമെന്ന് പറയണം. ജാനകി പറഞ്ഞു, ഈ ഏട്ടത്തിക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഒന്നും പ്രത്യേകിച്ച് പറ്റിയൊന്നുമില്ല, നിനക്കറിയാലോ ജാനകി, നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് അടുക്കള ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്ന ആരാ? അമ്മയല്ലേ. ആരോടും ഒരു പരാതി പരിഭവങ്ങളും പറയാറില്ലായിരുന്നു. നമ്മൾ അടുക്കളയ്ക്ക് വന്നപ്പോലും വേണ്ട നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാനേ പറയത്തുണ്ടായിരുന്നുള്ളൂ. എല്ലാ ജോലികളും ചെയ്തോണ്ടിരുന്ന അമ്മ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇപ്പൊ ഈ വീട്ടിലെ മൂത്ത മരുമോള് ഞാനാ. അപ്പൊ ഞാൻ വേണം കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സഹായിക്കാം. ഞാൻ ഒരു വാശിയും പിടിക്കത്തില്ല. വേണമെങ്കിൽ എന്നോടൊപ്പം നിന്നാ മതി, എനിക്കൊരു നിർബന്ധം ഇല്ലെന്ന് പറയണം. ഇത് കേട്ടതും ജലജ പറഞ്ഞു, ഇതെന്തോ മന്ത്രമാണ്. അവൾ ഈ വീട്ടിലേക്ക് വന്നപ്പോ എന്തോ മന്ത്രം കൊണ്ടാ വന്നിരിക്കുന്നത്. അവള് മാത്രമല്ല അവളുടെ ചേച്ചി രണ്ടുപേരും കൂടി ഒത്തോണ്ട് എന്തൊക്കെയോ തന്ത്രങ്ങളും മന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട്. അതാണിപ്പം ഏടത്തേക്ക് ഈ മാറ്റം എന്ന് പറയണം. ദേവേനി പറഞ്ഞു, അതെ കുറച്ച് മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇനി നമുക്ക് ഇത്ര നാളത്തെ പോലെയല്ല, ഇനിയിപ്പോ ഒരു പുതിയ ദേവേനിയെ കാണാൻ പോണെന്ന് പറയണം. അത് കേട്ടോ ജലജൻ ജാനകി പരസ്പരം നോക്കണം. അപ്പോഴാണ് നയനെ അങ്ങോട്ട് വരുന്നത്. അയ്യോ അമ്മ ഇത് എന്താ ചെയ്യുന്നേ? അമ്മയ്ക്ക് കുറവായല്ലോ, പിന്നെ എന്താ അമ്മ അടുക്കള കയറി ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കാം. അതെ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്ന് പറയും. അത് അമ്മ പറഞ്ഞിട്ട് കാര്യമില്ലോ എന്ന് പറയാണ്. ജലജ പറഞ്ഞ്, സത്യം പറയടി, നീ എന്ത് മന്ത്രം അടി പ്രയോഗിച്ചേ? നീ എന്ത് കൂടാത്ര അടി ചെയ്തു കൊടുത്തേന്ന് ചോദിക്കാം. നിന്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതെ ഞാനൊന്നും ചെയ്ത് കൊടുത്തിട്ടൊന്നും ഇല്ലാന്ന് പറയണം. ഈ സമയം ദേവേനി പറഞ്ഞു, അതെ അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാണ്. അത് മാത്രമല്ല അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനുള്ള കാരണം ആദർശ് മോന് വേണ്ടി മാത്രമാണ്. ആദർശിന്റെ വിഷമം കണ്ട് എനിക്ക് സഹിക്ക വയ്യാഞ്ഞേട്ടാ, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ലാന്ന് പറയണം. ഇതൊക്കെ കേട്ട് ഇപ്പൊ ജലജയ്ക്ക് ജാനകിക്ക് ഇഷ്ടപ്പെട്ടില്ല. വാ ജാനകി നമുക്കങ്ങോട്ട് പോയേക്കാം, ഇവിടെ ഒന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവറ്റകൾ രണ്ടെണ്ണം കൂടെ ഇറങ്ങി പോവാണ്. ഈ സമയത്ത് നയന ദേവേനോട്, അമ്മ എന്തിനാ ഇങ്ങനെ അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നത്? അമ്മ അവിടെ പോയിരിക്കുക, ഞാൻ ഇതെല്ലാം റെഡി ആയിക്കോളാം. ഞാൻ അല്ലേ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ട് എന്നേന്ന് ചോദിക്കാം. അത് വേണ്ട, ഇനി അതിന്റെ ആവശ്യമില്ല, നീ പോയി റെസ്റ്റ് എടുത്തോളാൻ പറയാണ്. റെസ്റ്റ് എടുക്കാനോ? അതിന് എനിക്ക് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല ഇവിടെ വെറുതെ നിൽക്കണ്ടല്ലോ, മുറി പോയി ഇരുന്നോളാനാ ഞാൻ പറഞ്ഞെന്ന് പറയാം. ഓഹോ അമ്മയ്ക്ക് ഇപ്പോഴും എന്നെ സംശയമല്ലേ? ഇപ്പോഴും എന്നെ പേടിയല്ലേന്ന് ചോദിക്കണം. എന്തിന്? അല്ല പാലിനകത്ത് വിഷം കലക്കി തന്ന് ഞാനന്ന് കരുതിയിട്ടായിരിക്കും അമ്മ അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നത്, എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കാത്ത. ഇനിയിപ്പോ വീണ്ടും ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം ദേവേന് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു പേടിയൊന്നും ഇല്ലാന്ന് പറയണ. വേണ്ട അമ്മ ഒന്നും പറയണ്ട, എനിക്കിപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയണ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകട്ടോ അമ്മയെന്ന് പറയണം. പോകാനോ? ഒരു നിമിഷം ദേവേനെ ഞെട്ടിപ്പോയി. നീ എന്താന്നാ അതിനെ പറയണേ? നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ഞാനാണെങ്കിൽ നിന്നെ പറഞ്ഞു വിടാനായിട്ടല്ല കൂട്ടിക്കൊണ്ട് വന്നേ. അതുകൊണ്ട് നീ പോകാനോ ഒന്നും പോകണ്ട, നീ മുറിയിലേക്ക് ചെല്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. അങ്ങനെ നയനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദേവേനെ മനസ്സിൽ പറഞ്ഞു, ഇത്രയും കാലം നീ ഞങ്ങൾക്ക് വെച്ച് വിളമ്പി ഉണ്ടാക്കി തന്നു, ഇനി നിന്നെ കൂടെ ഞാൻ ഒരു ജോലിയും ചെയ്യിക്കത്തില്ല, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും എന്ന് ദേവേനെ പറഞ്ഞിട്ട് അടുക്കള ജോലി ചെയ്യുവാണ്. ആ സമയം അനാമിക സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ്. അനാമിയുടെ അടുത്തേക്ക് കൊടുങ്കാറ്റ് പോലെയാണ് ജലജയും ജാനിയും കൂടെ വരുന്നത്. അവളുണ്ടല്ലോ ആ നയന, അവൾ ഇങ്ങോട്ട് വന്നേ പിന്നെ എന്ത് മാറ്റമാണ് ഏട്ടത്തിക്ക് ഉണ്ടായിരിക്കുന്നത്. വലിയ കൂടോത്രം ചെയ്താന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എത്ര മാറ്റം എന്ന് പറയണം. അനാമ പറഞ്ഞ്, എന്താ സംഭവിച്ചേ? ദേ അടുക്കള കിടന്ന് ഏട്ടത്തി ജോലി ചെയ്യുന്നു. നയനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ നയനോട് ചെയ്യണ്ട പോലും. ഇത് കേട്ടപ്പോ അനാമിക പറഞ്ഞു, അതെ വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് വല്യമ്മ കൂട്ടിക്കൊണ്ട് വന്നല്ല അവളെ, അങ്ങനെയാണ് ആ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്.
ആദർശന് വേണ്ടി മാത്രം കൂട്ടിക്കൊണ്ട് വന്നേ. പക്ഷെ എന്നാലും ഇനി ഞാൻ വന്ന സമയത്ത് കൂട്ടിക്കൊണ്ട് വരേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു പറയാം. ഇപ്പൊ എനിക്കിവിടെ ഒരു വിലയില്ലാതെ പോയി. അവൾ വന്നതിന് ശേഷം എല്ലാരും അവളെയല്ലേ തലയിലെടുത്ത് വെക്കണേന്ന് ചോദിക്കുക. അത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, മോൾക്ക് ഞാനില്ലേ കൂടെന്ന് ചോദിക്കാം. അത് ശരിയാമേ, പക്ഷേങ്കില് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നൊരു ഫീലാ എനിക്കിപ്പോ ഉള്ളത്. എന്നെ ഇങ്ങോട്ട് വന്ന് അനിയെ കൂട്ടിക്കൊണ്ട് വന്ന അനിയുടെ പൂർണ്ണ സംഭവത്തോടെ ഒന്നും അല്ല. അനിക്കാണെങ്കിൽ എന്നെ ഇഷ്ടമല്ലായിരുന്നു. അതെ, മുത്തശ്ശനും മുത്തശ്ശിയും അവന്റെ വെല്ലുമ്മയൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞേ. അതൊന്നും സാരമില്ല മോളെ, കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം, അറിയാലോ. ഇനിയിപ്പം നീ അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കാനൊന്നും പോണ്ട. അതൊക്കെ എനിക്കറിയാം അമ്മേ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കാണെങ്കിൽ അവളെ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവളെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം അരച്ചു കയറുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജലജ പറഞ്ഞു, അത് തന്നെ എനിക്കും. അവളുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എത്രയാന്ന് വെച്ചാൽ മനുഷ്യൻ സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ എന്നൊക്കെ പറയാ. ജാനകി പറഞ്ഞു, ഇനി മോള് ഒരു കാര്യത്തിലും പേടിക്കണ്ട, അനി മോളെ നന്നായിട്ട് സ്നേഹിച്ചോളൂ എന്ന് പറയാം. ജലജ പറഞ്ഞു, സ്നേഹിച്ചത് തന്നെ. അവന്റെ സ്വഭാവം അറിയാലോ. അവൻ മുമ്പ് ആ നയനയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ലായിരുന്നു. ഇനിയിപ്പം നയന ഇങ്ങോട്ട് വന്നോണ്ട് ഇനിയിപ്പം മിക്കവാറും ഇങ്ങോട്ടായിരിക്കും അവളുടെ വരവ്. അങ്ങനെ വന്നാ മോളെ നിന്റെ ജീവിതം തകർന്നു പോകുന്നു പറയണം. പെട്ടെന്ന് ജാനകി പറഞ്ഞു, ജലജ നീ എന്താ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുവാണെന്ന് ചോദിക്കും. പിന്നീട് ജാനകി അങ്ങോട്ട് പോവാണ്. ആ സമയം ജലജ പറഞ്ഞു, മോളെ ദേ ആ നയനെന്ന് പറയുന്നവളെ നവ്യെന്ന് പറയുന്നവളെ അടിച്ചെടുക്കാം. മോൾ എന്ത് തന്ത്രം വെള്ളം പ്രയോഗിച്ചോ, മോളോടൊപ്പം കട്ട സപ്പോർട്ടിനും ഈ അപ്പച്ചി ഉണ്ടായിരിക്കും എന്നും പറഞ്ഞിട്ട് ജലജ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ഫോണും പിടിച്ചോണ്ട് വേണുവിൻ്റെ അടുത്തേക്ക് രേവതി ഇറങ്ങി വരുവാണ്. ഇതേ വേണുവേട്ടാ, ഒരുത്തി പോയി കഴിഞ്ഞപ്പോഴത്തേനും അവളെ പോയി വിളിച്ചോണ്ട് വന്നിരിക്കുന്നു ദേവേനടുത്തി എന്ന് പറയണ. നീ ആരുടെ കാര്യം പറയണേ? ആ നയനെന്ന് പറയുന്നവളുടെ. അവള് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നോ? അതെ, ആ ദേവേനി ചേച്ചി പോയി വിളിച്ചോണ്ട് വന്നാ. അവർക്കിത് എന്തിനു കേടാ? അവരെന്തിനാ വിളിച്ചോണ്ട് വന്നേന്ന് ചോദിക്കും. എനിക്കൊന്നും അറിയത്തില്ല. ഇതേ മോളാ ഇപ്പം വിളിച്ചു പറഞ്ഞേ. അവൾക്ക് ആകെപ്പാടെ വിഷമ, അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? വന്നത് അനുഭവിക്കുക തന്നെ. ഓഹോ, എന്നാ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പിന്നെ നിന്റെ മോളോട് ഒരു കാര്യം പറഞ്ഞേക്കണം. ഇതേ അവള് വന്നെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ചാടിത്തുള്ളി ഇങ്ങോട്ട് വരാൻ നിൽക്കരുതെന്ന്. ഇവിടെ വന്ന ഇനി മുമ്പത്തെ പോലെ ചിലപ്പോൾ ഒരു പോക്കുണ്ടാകത്തില്ല. അനി ചിലപ്പോൾ വന്നും വിളിച്ചൊന്നും ഇരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അവൾ ഇവിടെ തന്നെ നിന്നു പോകും. അതൊരു കാരണവശാലും പാടില്ല. അവളോട് അവിടെ പിടിച്ചിരിക്കാൻ പറയണം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ മോളെന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അവളെ കെട്ടിച്ചുവിട്ട വീടല്ല അവിടെയെന്ന് രേവതി ചോദിക്കുക. അതൊക്കെ ശരിയാടി, പക്ഷെ അവളുടെ കയ്യിലിപ്പ് നിനക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഒരിടത്ത് ചെന്നാലും സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കുന്നൊരു സ്വഭാവം ഇല്ലെന്നൊക്കെ പറയണം. അപ്പൊ സ്വന്തം മോളെക്കുറിച്ച് അവർക്ക് തന്നെ ഒരു നിഗമനമൊക്കെ ഉണ്ട്. പിന്നീട് ആദർശ് ഓഫീസിലേക്ക് വരുവാണ്. ഓഫീസിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും മധുരമൊക്കെ വിതരണം ചെയ്യുവാണ്. അപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് അല്ല എന്താ ആദർശ, എന്തേലും വിശേഷമുണ്ടോ, എന്തേലും പ്രത്യേകിച്ചുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും പവിത്ര അവിടെ നിൽപ്പുണ്ടായിരുന്നു. പവിത്ര ചോദിച്ചു, അല്ല എന്താ ആദർശ് സാറേ, എന്തേലും വിശേഷമുണ്ടോ? ഉണ്ട്, നയനയ്ക്കൊരു വിശേഷം ഉണ്ടെന്ന് പറയാം. അതെ, നയനമാടത്തിന് വിശേഷം ഉണ്ടെന്ന് നിൽക്കും. അതെ, പവിത്ര ഉദ്ദേശിക്കുന്ന പോലത്തെ വിശേഷമൊന്നും അല്ലെന്ന് പറയാണ്. പിന്നെ അതെന്നായാലും വീട്ടിലേക്ക് മടങ്ങിയെത്തിയെന്ന് പറയണം. മടങ്ങിയെത്തിയോ? അതെ, അവിടെ പോയി അമ്മ കൂട്ടിക്കൊണ്ട് വന്നു. അതിൽ പരം ഒരു വിശേഷം എനിക്ക് വേറെ ഇല്ല. ഈ ഒരു സമയം സന്തോഷകരമൊക്കെ ഞാൻ തീരുമാനിച്ചെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൂടെയുള്ള സ്റ്റാഫ് പറഞ്ഞു, അതെ സാറിന്റെ ഭാര്യ ഉണ്ടല്ലോ നയന മാഡം, മിടുക്കിയാണ്. ചെറിയ കാര്യമൊന്നുമല്ല അവർ കമ്പനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്ന പവിത്രയല്ലേ, പവിത്രയെക്കാരും ഇരട്ടി കഴിവ് അവർക്ക് ഡിസൈനിങ്ങിന്റെ കാര്യത്തിലുള്ളത്. അവരിന്ന് കൈവച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല അടിപൊളി ഡിസൈനിങ് കിട്ടുമെന്ന് പറയണം. ദേ സാറൊരു കാര്യം ഓർത്തോ, അധികം വൈകാതെ തന്നെ സാറിന്റെ ഭാര്യ ഇവിടെ മെയിൻ ഡിസൈനറായിട്ട് വരുമെന്ന് പറയാം. ഇത് കേട്ടതും ആദർശ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തന്റെ നാവ് പൊന്നായിരിക്കട്ടെ എന്നൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറിപ്പോവാണ്. പിന്നീട് നയന മുറിയിൽ നിന്ന് കുറെ ഡിസൈനിങ് ഒക്കെ വരയ്ക്കുവാണ്. എന്നിട്ട് അതിലേക്ക് നോക്കുവാണ്, എല്ലാം കൊള്ളാവുന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.